നമസ്കാരം. പണ്ടം കണ്ടോ പാകിസ്ഥാനെയും ചൈനയും തൂക്കി തറയിലടിച്ച് യുദ്ധങ്ങൾക്ക് ശേഷം ഇനി ഒരു യുദ്ധത്തിന് അങ്ങോട്ട് ഇറങ്ങിത്തിരിക്കില്ല എന്ന് ശബ്ദമെടുത്തിരിക്കുകയാണ് ഇന്ത്യ ഭരിച്ച ആ കോൺഗ്രസ്. കോൺഗ്രസുകാർക്ക് ഈ വകതിരിവുണ്ടായത് ഒരു സമാധാനത്തിന്റെ പാതയിലേക്ക് സഞ്ചരിക്കണം എന്ന് തോന്നിയത് കൊണ്ടല്ല, ഉള്ളിന്റെ ഉള്ളിൽ ഭയമായത് കൊണ്ടാണ്. അവർക്ക് ചൈനയും പാകിസ്ഥാനെയും നല്ല ഭയമായിരുന്നു കോൺഗ്രസുകാർക്ക്. പിന്നെ ഇന്ത്യയുടെ കയ്യിലുള്ള ആയുധങ്ങളിൽ ഇന്ത്യൻ സൈന്യത്തിൽ കോൺഗ്രസുകാർക്ക് ഒരു വിശ്വാസമില്ലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല അവസ്ഥയെന്ന് ആർക്കും പറഞ്ഞു തരേണ്ട കാര്യവുമില്ല. ഇന്ത്യ എന്ന ലോകത്തെ നമ്പർ 1 ആയുധ ശക്തരാണ്. ആയുധങ്ങൾ നിർമ്മിച്ച് ശക്തി കാട്ടുന്ന രാജ്യം. അവ പരീക്ഷിച്ച് വിജയിപ്പിച്ച് ലോക ശ്രദ്ധ നേടിക്കഴിഞ്ഞു ഇതിനോടകം തന്നെ. മെയ്ഡ് ഇൻ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ആയുധങ്ങൾ കൊണ്ട് ഇന്ത്യ അമ്മാനമാടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാശ്മീരിലെ അതിർത്തികളിൽ ചെറിയ ചെറിയ വേദികളിൽ പാകിസ്ഥാൻ ചെറിയ ചെറിയ ബോംബുകൾ പൊട്ടിച്ച് നിശബ്ദമാക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ പാകിസ്ഥാനെയും ചൈനയും അതിർത്തിയിൽ ചെന്ന് കണ്ണുരുട്ടി പേടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ചോദ്യം, യുദ്ധം വേണ്ടാതെ ഇന്ത്യക്ക് എന്തിനാണ് ഓരോരോ നൂതന സംഹാര ശേഷിയുള്ള ആയുധങ്ങളെന്ന്? അതിന്റെ ഒരു ഉത്തരമുണ്ട്. കെൽട്രോ നിർമ്മിക്കുന്ന കപ്പൽ പോലെ മിസൈലുകൾ മുതൽ ബ്രഹ്മോസ് മിസൈൽ വരെ, ഡ്രോണുകൾ മുതൽ തേജസ് വിമാനം വരെ ഭാരതത്തിന്റെ പ്രതിരോധ മേഖലയ്ക്ക് കരുത്ത് മാത്രമല്ല, ലോക രാജ്യങ്ങൾക്ക് കൈമാറുന്നതിന് കൂടിയാണ് മെയ്ഡ് ഇൻ ഇന്ത്യയിൽ ഈ ആയുധങ്ങളെല്ലാം തന്നെ നിർമ്മിക്കുന്നത്. ഇതാ ഇന്ത്യക്ക് പുത്തൻ കരുത്തായി LRLC മിസൈലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. DRDയുടെ മേൽനോട്ടത്തിൽ തദ്ദേശീയമായി വികസിപ്പിച്ച ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈലിന്റെ പരീക്ഷണ വിക്ഷേപം ഒഡീഷ തീരത്ത് വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഭാവിയിൽ തദ്ദേശീയമായി ക്രൂസ് മിസൈലുകൾ വികസിപ്പിക്കുന്നതിന് തുടക്കമിടുന്നവയാണ് ഈ മിസൈലുകൾ. ചന്ദിപ്പൂരിലെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് ലോഞ്ച് ചൊവ്വാഴ്ചയാണ് ഈ വിക്ഷേപം നടന്നത്. മൊബൈൽ ആർട്ടിക്കുലേറ്റഡ് ലോഞ്ചിൽ നിന്നാണ് മിസൈൽ പരീക്ഷിച്ചത്. ദീർഘദൂര ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് കുതിക്കാൻ കെൽപ്പുള്ളവയാണ് LRLC മിസൈലുകൾ. ലക്ഷ്യസ്ഥാനത്തിന്റെ കിലോമീറ്ററുകൾ ദൂരത്ത് നിന്ന് മിസൈൽ വിക്ഷേപിക്കാൻ കഴിയും. മിസൈലുകളുടെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയുന്ന ഉപകരണങ്ങൾക്ക് LRLC മിസൈലുകൾ അത്ര വേഗം കണ്ടെത്താനും അതുകൊണ്ട് തന്നെ നിർവീര്യമാക്കാനും കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. പരീക്ഷണ വിജയമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രതീക്ഷിച്ച പോലെ എല്ലാ ഉപസംവിധാനങ്ങളും കൃത്യമായി പ്രവർത്തിക്കുകയും ചെയ്തു. പ്രാഥമിക ദൗത്യ ലക്ഷ്യങ്ങളും നിറവേറ്റിക്കഴിഞ്ഞു. ഗതി നിയന്ത്രണ സംവിധാനത്തിന്റെ സഹായത്തോടെ മിസൈൽ അതിന്റെ പാതയിൽ ലക്ഷ്യം കൈവരിച്ചു. റഡാർ, ഇലക്ട്രോ ഒപ്റ്റിക്കൽ ട്രാക്കിംഗ് സിസ്റ്റം, ടെലിമെട്രി തുടങ്ങിയ വിവിധ റേഞ്ച് സെൻസറുകളുടെ മിസൈലിന്റെ പ്രകടനവും നിരീക്ഷിച്ചു വരികയാണ്. വിപുലവും അത്യാധുനികവുമായ ഏവിയോണിക്സും സോഫ്റ്റ്വെയറുകളുമാണ് മിസൈലിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നതാണ് DRDO വ്യക്തമാക്കിയിരിക്കുന്നത്. DRDOയുടെ സഹകരണത്തോടെ ബംഗളൂരിലെ എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഫാക്ടറിയിൽ വികസിപ്പിച്ച മിസൈലാണ് ഇപ്പോൾ വിജയകരമായി നമ്മൾ പരീക്ഷിച്ചിരിക്കുന്നത്. ഹൈദരാബാദിലെ ഭാരത് ഡൈനാമിക് ലിമിറ്റഡ്, ബംഗളൂരിലെ ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡ് എന്നിവയും മിസൈൽ നിർമ്മാണത്തിന് മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നു. വിവിധയിടങ്ങളിലെ DRDO ലബോറട്ടറികളിൽ നിന്നുള്ള മുതിർന്ന ശാസ്ത്രജ്ഞരും മറ്റു പ്രതിനിധികളും മിസൈൽ നിർമ്മാണ സമയത്ത് വിശദമായ ഒരു പരിശോധന നടത്തിയതിനു ശേഷമാണ് ഈ മിസൈൽ വിക്ഷേപണം നടത്തിയത്. പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയതിന് പിന്നാലെ DRDOയുടെയും സൈന്യത്തെയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിക്കുകയും ചെയ്തു. ഭാവിയിൽ തദ്ദേശീയമായി ക്രൂസ് മിസൈലുകൾ ഇന്ത്യയിൽ തന്നെ വികസിപ്പിക്കുമെന്നും അതിന്റെ നിർമ്മാണത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും ഭാരതം തന്നെ നൽകുമെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിരുന്നു.